ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നീനുവിൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. നീനുവും തനും രാവിലെ നല്ല ഉറക്കമാണ്. നീനുവിനെ ഞാൻ പിന്നെ വിളിച്ചു എഴുന്നേൽപ്പിച്ചു. സ്കൂളിൽ പോകേണ്ടതല്ലേ, അത് കാരണം കൊണ്ട് വിളിച്ചു എണീപ്പിച്ചു. ആൾ മടിയൊന്നും കൂടെ എണീറ്റു കേട്ടോ. രാവിലെ പല്ല് വയ്ക്കാൻ ബ്രഷൊക്കെ എടുത്ത് നീനുവിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ നീനു ഇതാ ബാക്കിൽ വന്ന് നിൽക്കുകയാണ്. ബാക്കിലാണ് ഇങ്ങനെയാണ് കേട്ടോ ബാക്കിലുള്ള വ്യൂ. നല്ല രസമാണ് ഇവിടെ നിൽക്കാൻ. നല്ല ഇളങ്കാറ്റൊക്കെ ഇങ്ങനെ വരും. നല്ല രസമാണ് ഇവിടെ നിൽക്കാൻ. അപ്പം നീനുവിന് ബ്രഷ് കൊടുത്ത് നീനു പല്ല് തേപ്പ് തുടങ്ങി. ഞാൻ ആ സമയത്തേക്ക് ചായ എടുത്ത് കൊടുക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് വന്നു. കട്ടൻ ചായയും കലക്കിപ്പാറിന് അപ്പാണ് കേട്ടോ ഉണ്ടാക്കിയത്. അങ്ങനെ നീനുവിന് ചായയൊക്കെ കൊണ്ടു കൊടുത്ത് റൂമിലേക്ക് നോക്കിയപ്പോൾ ഇതാ തനുവിനെ അങ്ങനെ എടുത്ത് അവളെ ഞാനൊന്ന് മെല്ലെ കൊഞ്ചിച്ചതിന് ശേഷം ഞാൻ മെല്ലെ അവളെ ഏട്ടൻ്റെ കയ്യിൽ അങ്ങോട്ട് കൊടുത്തു. അച്ഛനും മകളും കൂടി നല്ല കളിയായിരുന്നു. അവിടെ ടി വിയും കാണുന്നുണ്ടായിരുന്നു ഒപ്പം തന്നെ. ഞാൻ ആ സമയം കൊണ്ട് മെല്ലെ നീനുവിൻ്റെ യൂണിഫോം അയൺ ചെയ്യാൻ നിന്നു. തനുവിനെ മെല്ലെ ഏട്ടനെ അവിടെ കടത്തി കളിപ്പിച്ചു. ഏട്ടനായിരുന്നു പിന്നെ വീഡിയോ ഒക്കെ എടുത്തു തന്നിരുന്നത്. യൂണിഫോം എല്ലാം അയൺ ചെയ്ത് കഴിഞ്ഞ് ഞാൻ നീനുവിൻ്റെ തലയിൽ എണ്ണ തേച്ച് കൊടുക്കാൻ നിന്നു. എണ്ണ നന്നായി തേച്ച് കൊടുത്ത് മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് അവളെ കുളിക്കാൻ പറഞ്ഞയച്ചു. നീനു കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള സ്നാക്സ് ബോക്സിൽ സ്നാക്സൊക്കെ ഞാൻ ആക്കി വെച്ചു. വേഗം കുപ്പിയിലൊക്കെ വെള്ളം നിറച്ച് ബാഗിൽ വേഗം കൊണ്ടുപോയി വെച്ചു. അപ്പോഴേക്കും കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് അവൾ യൂണിഫോമൊക്കെ എടുത്തിട്ടിരുന്നു കേട്ടോ. ഞാൻ അപ്പോൾ അവളെ ഒന്ന് സഹായിച്ചു. ഒരേ തുമ്മലായിരുന്നു രാവിലെ. ഇന്നലെ ക്ലാസ്സിലേക്ക് അവളെ വിട്ടിട്ടില്ല. ചുമയൊക്കെ ആയിരുന്നു ഇന്നലെ, കാരണം കൊണ്ട് വിട്ടിട്ടില്ല. ആൾക്ക് ഞാൻ വേഗം കണ്ണൊക്കെ എഴുതി കൊടുത്ത് പൊട്ടൊക്കെ തൊട്ട് കൊടുത്ത് പൗഡറൊക്കെ ഇട്ട് കൊടുത്തു. അങ്ങനെ ഐലൈനർ കൊണ്ട് കണ്ണൊക്കെ എഴുതി കൊടുത്ത് ഞാൻ വേഗം മുടിയൊക്കെ കെട്ടിക്കൊടുത്തു. മുടി കെട്ടിക്കൊടുക്കുമ്പോഴാണ് ഞാൻ അവൾ ഓരോന്ന് സംസാരിച്ച് നിൽക്കാറ്. അങ്ങനെ മുടിയൊക്കെ ഞങ്ങൾ വൃത്തിയാക്കി കെട്ടി 2 സൈഡും റിബണൊക്കെ കെട്ടിക്കൊടുത്തു. ഇനി ഹെയർ ബാൻഡൊക്കെ വെച്ച് കൊടുത്ത് 2 സൈഡും ചുവന്ന സ്ലൈഡ് തന്നെ കൊളുത്തി കൊടുക്കണം. അങ്ങനെ അതും 2 സൈഡും കൊളുത്തി. അങ്ങനെ വേഗം ടാഗൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ ബെൽറ്റ് ഇട്ട് കൊടുക്കുന്ന സമയത്താണെങ്കിൽ ഓരോ കാര്യങ്ങളും സ്കൂളിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആൾ സ്കൂളിൽ ഡാൻസിന് കൂടിയിട്ടുണ്ട് കേട്ടോ. ഡാൻസിൻ്റെ കാര്യങ്ങൾ ഓരോന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഒരുങ്ങി കഴിഞ്ഞപ്പോൾ അച്ഛൻ വീഡിയോ എടുത്തപ്പോൾ വേഗം ചിരിച്ച് പോസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ സോക്സും ഷൂ ഒക്കെ ഇടാൻ ഞാൻ അവളെ സഹായിച്ചു കേട്ടോ. സാധാരണ ഇതൊക്കെ അവൾ തനിയെ ചെയ്യാറാണ്. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് അവൾ ഇതെല്ലാം ഒറ്റയ്ക്ക് ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ അവൾ ഒറ്റയ്ക്ക് ചെയ്യാറാണ്. അപ്പോൾ ഇന്ന് ഏട്ടൻ അവിടെ ഉണ്ടായിരുന്ന കാരണം കൊണ്ട് ഞാനിന്ന് അവളിന്ന് സഹായിച്ചു എന്ന് മാത്രം. തനു ഉറങ്ങി എണീറ്റിട്ടുണ്ടെങ്കിൽ സാധാരണ എനിക്കിതൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റാറില്ല കേട്ടോ. ആ സമയങ്ങളിലൊക്കെ അവൾ ഒറ്റയ്ക്ക് തന്നെയാണ് അവളുടെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അവളങ്ങനെ അവളുടെ കാര്യങ്ങളെല്ലാം സ്വന്തമായിട്ട് ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് സന്തോഷവും അതുപോലെ അഭിമാനവും തോന്നാറുണ്ട്. അങ്ങനെ കുറച്ച് ചന്ദനമൊക്കെ ഇട്ട് കൊടുത്ത് അവൾ തനുവിന് ടാറ്റയൊക്കെ പറഞ്ഞ് ഉമ്മയൊക്കെ കൊടുത്ത് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. ആ പോകുന്ന സമയത്ത് ഭയങ്കര രസമാണ് അവർ രണ്ടാളും ചെയ്യുന്നത് കാണുന്നത് തന്നെ. പോകുന്ന സമയത്ത് പിന്നെയും തനുവിനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അവള്. ഇന്ന് നീനുവിനെ കൊണ്ടുവിടാൻ പോകുന്ന ഏട്ടനാണ് കേട്ടോ. അങ്ങനെ സ്കൂൾ ബസ് വന്ന് നീനു സ്കൂൾ ബസ് കയറി. നീനു അങ്ങനെ സ്കൂളിലേക്ക് പോയി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്. താങ്ക്